رحیمنا اللہ اکبر اللہ اکبر اللہ اکبر اشہد ان لا الہ الا اللہ اشہد ان لا الہ الا اللہ اشہد ان محمد رسول اللہ اشہد ان محمد رسول اللہ حی علی الصلاۃ حی علی الصلاۃ حی علی الفلاح حی علی الفلاح اللہ اکبر اللہ اکبر لا الہ الا اللہ السلام علیکم ورحمۃ اللہ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللہ تعالیٰ کے فضل سے تقریباً 7 سال کے بعد مجھے جماعت احمدیہ جاپان سے براہ راست
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം अल्लाह ताला के फजल എനിക്ക് നേരിട്ട് ജപ്പാനിൽ വന്ന് അഭിസംബോധന ചെയ്യുന്നതിനുള്ള दूसरी जमात തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. जमात अहमदिया जापान भी അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ तरक्की की तरफ बढ़ने वाली ലോകത്തുള്ള बढ़ने वाली മറ്റു ജമാഅത്തുകളെ പോലെ തന്നെ അഹമ്മദിയ ജമാഅത്ത് ജപ്പാനും പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന बढ़ने वाली जमातों में से ജമാഅത്തുകളിൽ ഉൾപ്പെടുന്നു. लेकिन ആത്മാർത്ഥതയിലും കൂറിലും സാമ്പത്തിക ത്യാഗങ്ങളിലും മുന്നേറുന്ന ജമാഅത്തുകളിൽ ഉൾപ്പെടുന്നു. भी उनके दिल में ये ख्याल ना आए എന്നാൽ कि हम ജമാഅത്ത് അംഗങ്ങൾ कर रहे हैं, എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം कुछ इजाफा हुआ है, हमारी माली कुर्बानियां भी बढ़ी हैं. ഒരിക്കലും അവർ ചിന്തിക്കരുത് ഞങ്ങൾ പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നത്. जो यहाँ നമ്മുടെ അംഗസംഖ്യയിലും അല്പം വർധനവുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ സാമ്പത്തിക ത്യാഗങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ हमने एक नई ഒരു പുതിയ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. खरीद ली कि हमारे അത് നിരവധി വർഷങ്ങളിലേക്കുള്ള ആവശ്യത്തിന് മതിയായതാണ്. भी वहां हो सके. ये नया मरकज जो आपने ആരാധനകൾ കൂടാതെ इसकी तफसीलात മറ്റു പരിപാടികളും നടത്തപ്പെടുന്നതിനായിട്ടാണ് ഞങ്ങൾ പുതിയ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ये बयान करना चाहता हूँ നിങ്ങൾ വാങ്ങിയ ഈ പുതിയ കേന്ദ്രം, कि ये नई അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ ഇൻഷാല്ലാ പിന്നീട് നൽകുന്നതാണ്. वसीले काफी है എന്നാൽ ഞാനിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് कि जो है जमात की ഈ പുതിയ വിശാലമായ സ്ഥലം उसके लिहाज നിങ്ങൾക്ക് നമസ്കാരങ്ങൾക്കായി മതിയായതാണ്. जलसों के लिए ജമാഅത്തിന്റെ ഇപ്പോഴുള്ള അംഗസംഖ്യ അനുസരിച്ച് दफातर के लिए भी जगह मिल जाएगी आपको. गेस्ट हाउस है, मिशन हाउस है. ഏതാനും കാലഘട്ടത്തിലേക്ക് ജൽസയ്ക്കും മതിയായതാണ്. ഓഫീസുകൾക്കായിട്ടും ने സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിഥി മന്ദിരം, മിഷൻ ഹൌസ്, മറ്റു സൗകര്യങ്ങൾ माली कुर्बानियों को भी हक अता എന്നിവയും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. അഹമ്മദിയ ജമാഅത്ത് ജപ്പാൻ ഇത് വാങ്ങുന്നതിനായി വലിയ സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. किया होता है. സാമ്പത്തിക ത്യാഗത്തിന്റെ കടമകൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. समझें എന്നാൽ उन पर अमल करें. എപ്പോഴും ഓർക്കുക, मसीह मौद अलैहिस्सलाम യഥാർത്ഥ കടമകൾ നിറവേറ്റപ്പെടുന്നത് हमें ഹദ്രത്ത് മസിഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം में आकर നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ്. जिन पर कोशिश करनी चाहिए. ആ മഹാത്മാവിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് मुसलमान के लिए അത് മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് അനിവാര്യമാണ്. बाज कुर्बानियां, ഇത് ഒരു യഥാർത്ഥ വിശ്വാസിക്കായി അത്യാവശ്യമാണ്. बाज औकात താൽക്കാലിക വികാരങ്ങൾ കടിമപ്പെട്ട് रग़बत दिलाने ഏതാനും ത്യാഗങ്ങളും ഏതാനും കർമ്മങ്ങളും ചില സമയത്ത് ताला की നന്മയിലേക്ക് गए हों तो अल्लाह മുന്നേറുന്നതിനായി പ്രേരിപ്പിക്കാറുണ്ടത് എന്നത് ശരി തന്നെ. को समेटने वाला ही बन जाते हैं. അള്ളാഹുവിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ जो അവന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കുന്നതായി മാറുകയും ചെയ്യുന്നു. इस्लाम की बैत में എന്നാൽ शामिल होने वाला कहते हैं സ്വയം हमारे मकसद നമ്മെ हकीकत में ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ जब हम ബൈഅത്തിൽ പങ്കാളികളാണെന്ന് പറയുന്ന अपने हर अमल നമ്മുടെ ലക്ഷ്യങ്ങൾ अल्लाह ताला की रजा के हसूल के लिए യഥാർത്ഥത്തിൽ കരസ്ഥമാകുന്നത് സ്ഥിരതയോടുകൂടി जब നമ്മുടെ ഓരോ കർമ്മങ്ങളെയും अहमदिया के क़याम के मकसद को അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ശ്രമിക്കുമ്പോഴാണ്. हज़रत मसीह मौद अलैहिस्सलाम एक जगह അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപനോദ്ദേശം നമ്മുടെ മുന്നിലുണ്ടായിരിക്കുമ്പോഴാണ്. जो कमालात हैं और ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം अनामता में ഒരിടത്ത് പറയുന്നു, അനുഗ്രഹം കരസ്ഥമാക്കിയവരുടെ സവിശേഷതകളും इनको हासिल करना हर इंसान का असल मकसद है और हमारी जमात को खुसूसी സിറാത്തല്ലദീന അൻഅംത എന്ന് പറഞ്ഞതിനെയും കരസ്ഥമാക്കുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. इस सिलसिले को कायम നമ്മുടെ ജമാഅത്തിന് यही चाहा വിശേഷിച്ച് कि वो ऐसी ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. जैसी കാരണം അള്ളാഹു ഈ ജമാഅത്തിനെ സ്ഥാപിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത് ताकि നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയതുപോലുള്ള ജമാഅത്ത് തയ്യാറാക്കുക എന്നതാണ്. हजरत सल्लल्लाहु अलैहि वसल्लम
सच्चाई ഈ അവസാന കാലഘട്ടത്തിൽ बतौर ഈ ജമാഅത്ത് വിശുദ്ധ ഖുർആന്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയ്ക്കും हमारी മഹത്വത്തിനും സാക്ഷികളാകുന്നതിനായിട്ടാണ്. लगाई है कि हमने അതിനാൽ വളരെ വലിയ ഉത്തരവാദിത്തമാണ് कोशिश करनी है ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം सल्लल्लाहु നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. की जमात ने हासिल की। നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്ത് കരസ്ഥമാക്കിയ उन्होंने അല്ലെങ്കിൽ ശ്രമിച്ച ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നതിനായി നാം ശ്രമിക്കേണ്ടതാണ്. की कुर्बानी दी। അവർ നിരന്തരമായി ജീവനും ധനവും സമയവും ബലിയർപ്പിച്ചു. अदा करते रहे। അള്ളാഹുവിനോടുള്ള കടമകളും हुजूर डरते रहे और अपनी दुआएं पेश करते रहे। ഭയപ്പെട്ടുകൊണ്ട് നിർവഹിച്ചുകൊണ്ടിരുന്നു. कुर्बानी पर फख्र नहीं किया, അള്ളാഹുവിനെ ഭയപ്പെടുകയും करते रहे कि अल्लाह ताला അവന്റെ സമക്ഷത്തിൽ അർത്ഥനകൾ ചെയ്തുകൊണ്ടുമിരുന്നു. ഒരു ത്യാഗസമർപ്പണത്തിലും അഹങ്കരിച്ചില്ല. മറിച്ച് तो ऐसे അള്ളാഹുവെ ഇതിനെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. जिंदा रखा। ആരാധനകളുടെ നിലവാരം ഉയർത്തിക്കൊണ്ട് को भी बावजूद दुनियावी कारोबारों के और धंधों के തങ്ങളുടെ രാത്രികളെയും यादें खुद ആരാധനയാൽ ജീവസുറ്റതാക്കി. ഭൗതിക വ്യവഹാരങ്ങളും വ്യവസായങ്ങളും ഉണ്ടായിട്ടും है जो हम में से തങ്ങളുടെ ഹൃദയങ്ങളെ हासिल करने की जरूरत है, ദൈവസ്മരണയിൽ നിന്ന് അശ്രദ്ധരാകാൻ അനുവദിച്ചില്ല. जिसके बारे में कुरान करीम में നമ്മിൽ ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടുന്ന ലക്ഷ്യമാണിത്. पा लिया तो अपनी पैदाइश के मकसद को हासिल कर लिया, क्योंकि इंसान की पैदाइश ഈ ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ताला की बात അഥവാ നിങ്ങൾ ഈ ഉദ്ദേശം കരസ്ഥമാക്കുകയാണെങ്കിൽ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെ കരസ്ഥമാക്കി. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം के लिए कोई जगह खरीदते हैं ദൈവാരാധനയാകുന്നു. तो यही मकसद നാം പള്ളികൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹ ആരാധനയ്ക്കായി मुस्तकिल मिजाजी ഒരു സ്ഥലം വാങ്ങുമ്പോൾ अपनी पैदाइश സ്ഥിരോത്സാഹത്തോടുകൂടി मकसद की बुलंद നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തിന്റെ ഔന്നിത്യങ്ങളിലേക്ക് എത്തണം जो मकासद എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. उनकी बाज हदूद हैं, एक खास बुलंदी है जिसके बाद इंसान खुश ഭൗതിക ലോകത്തുള്ള ഉദ്ദേശങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ഒരു സവിശേഷ ഔന്നിത്യമുണ്ട്. തൽസംബന്ധമായി അത് കരസ്ഥമാക്കുമ്പോൾ ഞാൻ അതിനെ കരസ്ഥമാക്കി എന്ന് മനുഷ്യൻ സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ कि जो അതിന്റെ അനന്തരഫലം കരസ്ഥമാക്കി എന്നതിൽ സന്തോഷിക്കുന്നു. गुर्बत के എന്നാൽ അള്ളാഹുവിന്റെ ദാസത്വവും चला जाता है, ആരാധനയുടെ ലക്ഷ്യവും അള്ളാഹുവിനോടുള്ള के बाद സാമീപ്യത്തിന്റെ നവങ്ങളായ കവാടങ്ങൾ अगले जहां തുറന്നുകൊണ്ടേ പോകുന്നു. പിന്നീട് മരണശേഷവും अल्लाह ताला ഇഹലോകത്തുള്ള കർമ്മങ്ങൾക്ക് रहम और फजल പരലോകത്ത് പ്രതിഫലവും ലഭിക്കുന്നു. तरक्की मुमकिन है और होती चली जाती है। അതിൽ അള്ളാഹുവിന്റെ इनामात का इंसान वारिस അസീമിതമായ കാരുണ്യത്തിന്റെയും इंसान അനുഗ്രഹത്തിന്റെയും തണലിൽ सोचते भी പുരോഗതി കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. सहाबा रिज़वानुल्लाह अलैहिम ने इस बात മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അതീതമായ അനുഗ്രഹങ്ങൾ അവിടെ ലഭിക്കുന്നു. और സഹാബാക്കൾ റിദ്വാനുല്ലാഹു അലൈഹിം അജ്മഈൻ ഇക്കാര്യത്തെ മുൻപിൽ വെച്ചുകൊണ്ട് बस हज़रत मसीह मौद പുരോഗതിയുടെ പടവുകളിലൂടെ മുന്നേറിക്കൊണ്ട് के अफराद को റളിയല്ലാഹു അൻഹും എന്ന ബഹുമതിക്കർഹരായി. तरक्की की मनाजिल ചുരുക്കത്തിൽ देखना चाहिए, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, वो अपने मकसद ഞാൻ എന്റെ ജമാഅത്ത് അംഗങ്ങളെയും फिर इसके मदार ഇതേപോലെ പുരോഗതിയുടെ പടവുകളിലൂടെ മുന്നേറുന്നവരായി കാണാൻ ആഗ്രഹിക്കുന്നു. चले जाएं, അതിലൂടെ അവർ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെ കരസ്ഥമാക്കിക്കൊണ്ട് हासिल करने അതിന്റെ പുരോഗതിയുടെ സ്ഥാനങ്ങൾ वाले चले जाएं। കരസ്ഥമാക്കുന്നവരാകട്ടെ. आपने फरमाया कि मेरी അവരുടെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കട്ടെ. जो कुरान करीम അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരായി കൊണ്ടിരിക്കട്ടെ. वसल्लम की ആ മഹാത്മാവ് പറയുന്നത്, दुआ ठहरें। എന്റെ ജമാഅത്ത് അംഗങ്ങൾ വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും മഹത്വത്തിന് സാക്ഷികളാകണം എന്നാണ്. अज़मत हमारी गवाही से साबित हो അള്ളാഹുവിന്റെ അവസാനത്തെയും പരിപൂർണ ഗ്രന്ഥവുമായ വിശുദ്ധ ഖുർആന്റെ सल्लल्लाहु अलैहि वसल्लम ശ്രേഷ്ഠത
നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെയാണോ സ്ഥാപിതമാകുക? अंबिया हैं, उनकी अजमत അള്ളാഹുവിന്റെ അവസാന പ്രവാചകനും अमल की मरहूम ഏറ്റവും പ്രിയ റസൂലും ഖാത്തമുൽ അംബിയാവുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത നമ്മുടെ ഏതെങ്കിലും കർമ്മങ്ങളെ ആശ്രയിച്ചാണോ നിലകൊള്ളുന്നത്? एक इनकिलाब ഒരിക്കലുമല്ല. करीम की तालीम की ഹദ്റത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം हजरत सल्लल्लाहु अलैहि वसल्लम പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. जाहिर हो വിശുദ്ധ ഖുർആനെ പ്രാവർത്തികമാക്കിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ लोग हैं, ചര്യയെ പിൻപറ്റിക്കൊണ്ടും നമ്മുടെ കർമ്മങ്ങളിൽ ഒരു പരിവർത്തനം വെളിപ്പെടണം. ये इनकिलाब ഇവരുടെ ജീവിതങ്ങളിൽ खूबसूरत तालीम ഈ വിപ്ലവം വിശുദ്ധ ഖുർആന്റെ സുന്ദര അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കിയതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യ जो अल्लाह പിൻപറ്റിയതുകൊണ്ടുമാണ് സംജാതമായത് എന്ന് ലോകം പറയുന്ന തരത്തിൽ വെളിപ്പെടണം. की अदायगी ആരാധനയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിലൂടെ സംജാതമാകുന്ന का मयार हासिल करने से होती है। അള്ളാഹുവിനോടുള്ള കർത്തവ്യ പൂർത്തീകരണത്തെ कुल इबाद की अदायगी സ്ഥാപിച്ചവരാണിവർ എന്ന് ലോകം പറയണം. खुल की आला मिसाल कायम करने से होती है। उसका हक സർവ ധാർമ്മിക ഗുണങ്ങളുടെയും बस जिस ഉന്നത മാതൃക സ്ഥാപിക്കുന്നതിലൂടെ സാധ്യമാകുന്ന സൃഷ്ടികളോടുള്ള കടമകളെ പൂർത്തിയാക്കുന്നവരാണിവർ इसमें എന്ന് ലോകം പറയണം. यह है कि हमारे एक जापानी गैर मुस्लिम दोस्त ने वकील ने ചുരുക്കത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ दी गई है ഇക്കാര്യത്തെ പരാമർശിച്ചിട്ടുണ്ട്. नाम നമ്മുടെ ഒരു ജപ്പാനി അമുസ്ലിം സുഹൃത്ത്, അദ്ദേഹം ഒരു വക്കീലാണ്. अभी उस तकमील के मरहल में है। നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഈ പുതിയ സ്ഥലത്ത് പണിയുന്ന जो मुख्तलिफ മസ്ജിദ് ബൈത്തുൽ അഹദ്, जो भी रोकें पैदा होती रही उनमें അതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ जमात के हकूकुल इबाद की പല തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ആ അവസരങ്ങളിൽ അദ്ദേഹം നിസ്വാർത്ഥമായ സഹായ സഹകരണങ്ങൾ നൽകുകയുണ്ടായി. सुनामी के दौरान में किए गए പ്രതിഫലം കൂടാതെയാണ് അദ്ദേഹം സഹായം നൽകിയത്. കാരണം ജമാഅത്തിന്റെ സൃഷ്ടികളോടുള്ള കടമ നിർവഹണത്തിനായി ചെയ്ത വിവിധ പരിശ്രമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതായത് ഭൂകമ്പ നാളുകളിലും സുനാമിയുടെ അവസരങ്ങളിലും ചെയ്ത സേവനങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ജപ്പാനുമേൽ ജമാഅത്തിന്റെ ധാരാളം कोई काम किया ഔദാര്യങ്ങളുണ്ട്. तो किसी അതിനാൽ ഞാൻ ഈ ജോലി एहसान की गरज के പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്നതാണ്. बल्कि ഏതായാലും अदा किया ജമാഅത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനവും जहां भी किसी को भी देखें किसी मुश्किल में ഔദാര്യമായിട്ടല്ല ചെയ്യുന്നത്, लेकिन മറിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തെ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. अपने आला अखलाक അങ്ങനെയാണ് വേണ്ടതും. ഏതായാലും അവർ की തങ്ങളുടെ थोड़ी सी खिदमत को सराहते हुए ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളാണ് പ്രകടിപ്പിച്ചത്. तो ये हकूकुल इबाद ജമാഅത്തിന്റെ की ഈ എളിയ സേവനത്തെ പ്രശംസിച്ചുകൊണ്ട് ജമാഅത്തിന്റെ സമീപസ്ഥരായി काम आए या ना आए സൃഷ്ടികളോടുള്ള കടമകളെ നാം यही हकूकुल इबाद का काम പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. जो जब हम നമുക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും. बताएंगे और बताना चाहिए कि कुरान करीम की तालीम है ഇതാണ് സൃഷ്ടികളോടുള്ള കടമകൾ. വിശുദ്ധ ഖുർആന്റെ उसवा है അധ്യാപനവും और हमें हुक्म है നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മാതൃകയും तो मजीद इस तारुफ में നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനയും സൃഷ്ടികളെ സേവിക്കുക എന്നതാണെന്ന് നാം പറയുമ്പോൾ അങ്ങനെ പറയേണ്ടതാണ്. वकील जैसे सामने आएंगे ആ നിർവചനത്തിന് जो जमात ഒരു വിശാലത കൈവരുന്നു. ഈ पर इस्लाम की ഈ ജപ്പാനി വക്കീലിനെ പോലെയുള്ള കൂടുതൽ ആളുകൾ മുൻപന്തിയിലേക്ക് വരുന്നതാണ്. इस्लाम का तारुफ बढ़ അവർ ജമാഅത്തിന്റെ സേവനങ്ങളെ പ്രശംസിക്കുന്നതാണ്. तालीम की अजमत उन पर कायम ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ വെളിപ്പെടുത്തുന്നവർ ജമാഅത്തിന്റെ സേവനങ്ങളെ പ്രശംസിക്കുന്നതാണ്. തന്മൂലം ഇസ്ലാമിന്റെ പരിചയം വർദ്ധിക്കുന്നതാണ്. बैतुल्लाह ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ശ്രേഷ്ഠത അവരിൽ സ്ഥാപിതമാകുന്നതാണ്. അങ്ങനെ തബ്ലീഗിന്റെ इंतकादे रह കൂടുതൽ മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ്. उनके पूरा होने के बाद मस्जिद की शक्ल നിസ്സാര പണികൾ മാത്രം ശേഷിക്കുന്ന ഈ മസ്ജിദ് ബൈത്തുൽ അഹദിന്റെ നിർമ്മാണം की तारुफ बढ़ेगा പൂർത്തിയായതിനു ശേഷം मजीद कुरान करीम की तालीम का तारुफ അതിന് പള്ളിയുടെ രൂപം നൽകുന്നതാണ്. ചില നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിലൂടെ ജമാഅത്തിനെ കുറിച്ചുള്ള പരിചയം ख्वाहिश भी थी വർദ്ധിക്കുന്നതാണ്.
വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തുന്നതിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. സൽപ്രകൃതക്കാരായ കാരണത്താൽ ഇസ്ലാമിലേക്കുള്ള ഇവരുടെ താൽപര്യം വർദ്ധിക്കുന്നതാണെന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം പ്രകടിപ്പിക്കുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സൽപ്രകൃതക്കാരാണ്, അതിനാലാണ് ഇസ്ലാമിലേക്ക് താൽപര്യമുണ്ടാകുന്നത്. അതിനാൽ അവരിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിനായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ജപ്പാൻ ഭാഷയിലുള്ള ഗ്രന്ഥം രചിക്കണമെന്നും ആ മഹാത്മാവ് പറഞ്ഞിരുന്നു. ഏതായാലും പ്രസ്തുത ഗ്രന്ഥത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗവും പാകിസ്ഥാനികളും പഴയ അഹമ്മദികളുമായ ഇവിടുത്തെ നിവാസികളായ നിങ്ങൾക്ക് സ്വന്തം പ്രവർത്തന മാതൃകയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. തൽഫലമായി മുമ്പത്തേക്കാളുപരി ജനങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ തബ്ലീഗ് ചെയ്യുമ്പോൾ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന മാതൃക എന്താണെന്ന് ജനങ്ങൾ നോക്കുന്നതാണ്. നിങ്ങൾ ഈ പള്ളി നിർമ്മിക്കുന്നതിനായി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു എന്ന് നോക്കുന്നതല്ല. നിങ്ങളുടെ പ്രവർത്തന മാതൃക എന്താണ്? അല്ലാഹുമായി നിങ്ങളുടെ സജീവമായ ബന്ധം എപ്രകാരമാണ്? നിങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് അവരിൽ എന്ത് പരിവർത്തനമുണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ വീക്ഷിക്കുക. ഭൗതികമായ നിലയിൽ അവർ നിങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അവരുടെ പ്രത്യക്ഷ സ്വഭാവങ്ങളും ഉന്നതമാണ്. എന്തെങ്കിലും പുതിയ കാര്യം നമുക്കവർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അത് അല്ലാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മാർഗമാകുന്നു. ജീവനുള്ള മതം ഇപ്പോൾ ഇസ്ലാം മാത്രമാണെന്ന് അവരോട് പറയാവുന്നതാണ്. അല്ലാഹുവിനോടുള്ള ആരാധനയുടെ കടമകൾ എങ്ങനെ നിറവേറ്റാമെന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അല്ലാഹു എപ്രകാരമാണ് ദുആകൾ കേൾക്കുന്നതെന്ന് പറയാൻ കഴിയും. അല്ലാഹു തന്റെ ദാസരോട് എപ്രകാരമാണ് സംസാരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഇതെല്ലാം ചെയ്യുന്നതിനായി നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തെ സുദൃഢമാക്കേണ്ടി വരും. സ്വന്തം നമസ്കാരങ്ങളെ സംരക്ഷിക്കേണ്ടി വരും. സ്വന്തം ആരാധനയുടെ കടമ നിറവേറ്റേണ്ടി വരുന്നതാണ്. പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും കഴിയേണ്ടി വരുന്നതാണ്. ജപ്പാൻ സമുദായത്തിന്റെ ധാർമ്മിക ഗുണങ്ങളെക്കാൾ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കേണ്ടി വരുന്നതാണ്. പ്രത്യക്ഷ ധാർമ്മിക ഗുണങ്ങൾ ഇവരിൽ ധാരാളമുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. മനുഷ്യ സഹതാപവും ഇവരിലുണ്ട്. ഔദാര്യത്തിന് പകരമായി ഔദാര്യം ചെയ്യുക എന്ന ഇസ്ലാമിക അധ്യാപനങ്ങളെയും ഇവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇവരിൽ ഇസ്ലാമിനോടുള്ള ശ്രദ്ധയുണ്ടാകാൻ കാരണം ഇവരുടെ യോഗ്യതയാണ്. അതിനാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ ഇവർക്ക് പരിചയപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാകുന്നു. അവരിലുള്ള ഈ യോഗ്യതയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അവരുടെ സ്വഭാവ ഗുണങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതിനായി ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നാം പ്രകടിപ്പിക്കേണ്ടതാണ്. ദാസരുമായുള്ള ദൈവബന്ധത്തിന്റെ പ്രവർത്തന മാതൃക കാണിച്ചു കൊടുക്കേണ്ടി വരുന്നതാണ്. അതിനായി ഇവിടെ വസിക്കുന്ന ഓരോ അഹമ്മദിക്കും
വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെയും എപ്പോഴും മുന്നിൽ വെക്കേണ്ടി വരുന്നതാണ്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അക്കാര്യത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കേണ്ടതുമാണ്. അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ആദ്യമായി നാം എപ്പോഴും പരിഗണിക്കേണ്ട കാര്യം അള്ളാഹു വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ് എന്നതാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബയ്യത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ബയ്യത്ത് ചെയ്തു അഹമ്മദിയായി എന്നത് മാത്രം പോരാ. പഴയ അഹമ്മദികൾ ഖിലാഫത്തിന്റെ കയ്യിൽ ബയ്യത്ത് പുതുക്കുന്നു. അതിനെ തന്നെ മതിയായതായി കണക്കാക്കുന്നു. ബയ്യത്ത് വാഗ്ദാനം ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അതിനെ ബയ്യത്തിന്റെ 10 നിബന്ധനകളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ സംക്ഷിപ്തം പറയുകയാണെങ്കിൽ എല്ലാ അവസ്ഥയിലും ദീനിന് ദുനിയാവിനുമേൽ മുൻഗണന ഉണ്ടായിരിക്കുമെന്നതാണ്. ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകാൻ നാം എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ബൈഅത്ത് ചെയ്യുമ്പോൾ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്നുള്ള പ്രതിജ്ഞ ഞാൻ വാങ്ങുന്നതായി നിങ്ങൾ, അതായത് ബൈഅത്ത് ചെയ്യുന്ന ആൾ കാണുന്നു. ബൈഅത്ത് ചെയ്യുന്ന ആൾ എങ്ങനെ അത് പ്രാവർത്തികമാക്കുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടിയാണത്. ആ മഹാത്മാവ് പറയുന്നു, ഏതെങ്കിലും ഭൗതിക കാര്യമാണെങ്കിൽ നിങ്ങൾ കഠിന പരിശ്രമം നടത്തി അത് കരസ്ഥമാക്കുന്നു. എന്നാൽ ദീനിനു വേണ്ടി പരിശ്രമിക്കാനുള്ള വേദന നിങ്ങളിലില്ല. എപ്പോഴും അള്ളാഹു മുന്നിലുണ്ടാകുന്ന തരത്തിലുള്ള പ്രയത്നം നിങ്ങളിലില്ല. സ്വയം തങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുഗുണമായി രൂപപ്പെടുത്തുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനുമുള്ള ശ്രദ്ധ, പരിശ്രമം നിങ്ങളിലില്ല. ആ മഹാത്മാവ് പറയുന്നു, ജമാഅത്തിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാകേണ്ടതാണെന്ന വേദന എപ്പോഴും എന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു. എന്റെ ജമാഅത്തിലെ പരിശുദ്ധ മാറ്റത്തെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തിലുള്ള ഈ രൂപം അത് രൂപപ്പെട്ടിട്ടില്ല. ഈ അവസ്ഥയെ കാണുമ്പോൾ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ എന്ന അവസ്ഥയാണ് എന്റേത്. അതായത് അവർ എന്തുകൊണ്ട് വിശ്വാസികളാകുന്നില്ല എന്ന ചിന്ത നിന്നെ നശിപ്പിച്ചേക്കാം. പറയുന്നു, ബൈഅത്തിന്റെ സമയത്ത് ഏതാനും വാക്കുകൾ തത്തയെപ്പോലെ ഉരുവിടുന്നത് മതിയായതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ആത്മപരിശുദ്ധിയുടെ ജ്ഞാനം കരസ്ഥമാക്കുക, അതിന്റെ ആവശ്യമാണുള്ളത്. സ്വന്തം ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ മഹാത്മാവ് ബൈഅത്ത് ചെയ്യുന്നതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളിൽ ഒരു പരിശുദ്ധ പരിവർത്തനം സംജാതമാക്കുക, തികച്ചും ഒരു പുതിയ മനുഷ്യനായി തീരുക. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ഈ രഹസ്യം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ മറ്റൊരാളാണ് എന്ന് പറയാൻ കഴിയുന്ന മാറ്റം സംജാതമാക്കേണ്ടതാണ്. അതായത് ഞാൻ മുമ്പത്തെ പോലെയായിരുന്നത് പോലെയല്ല. ഈ ഒരു വേദനയാണ് നാം അനുഭവിച്ചറിയേണ്ടത്. തന്റെ സഹവാസത്തിൽ അനുഗ്രഹീതരായി കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളാണിത്. അവരുടെ നിലവാരം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിലാഷത്തിന് അനുരൂപമായിരുന്നില്ല എങ്കിൽ, അവരിൽ ന്യൂനത ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഈ ന്യൂനതകൾ
എത്രയോ മടങ്ങ് അധികരിച്ചിരിക്കുന്നു. അവയെ ദൂരീകരിക്കുന്നതിനായി നമുക്ക് 10 മടങ്ങ് പരിശ്രമവും അനിവാര്യമാകുന്നു. അപ്പോൾ മാത്രമേ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദനയെ ലഘൂകരിക്കുന്നവരായി മാറുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ അവസ്ഥകൾ കണ്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലാണുള്ളത്. എന്തുകൊണ്ടാണിത്? അന്യർ വിശ്വസിക്കുന്നില്ല എന്ന വേദനയുണ്ട്. എന്നാൽ ഇവിടെ സ്വന്തം ആളുകളെ സംബന്ധിച്ചുള്ള ചിന്തയാണ് ഒരു വിശ്വാസിക്ക് അനിവാര്യമായ സ്ഥാനം എന്തുകൊണ്ട് കരസ്ഥമാക്കുന്നില്ല എന്ന ചിന്തയാണ്. അത്തരത്തിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, അനുസരണം പുലർത്തി എന്ന് പറയുക എന്നാണ്. ജമാഅത്ത് വ്യവസ്ഥിതിയിൽ പങ്കാളികളായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബീനാണെന്ന് അംഗീകരിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ആഗതരാകേണ്ട മസീഹ് മഊദും മെഹദി മഊദും വന്നുകഴിഞ്ഞെന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്ത് അതിൽ പങ്കാളിയായി. എന്നാൽ വിശ്വാസം പൂർണ്ണമായ നിലയിൽ നിങ്ങളിൽ ഇപ്പോൾ സംജാതമായിട്ടില്ല. വിശ്വാസത്തിന് ധാരാളം നിബന്ധനകളുണ്ട്. അത് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഉദാഹരണമായി, വിശ്വാസി ഏറ്റവും അധികമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അർത്ഥം ഒരു ഭൗതിക വസ്തുവിനും ബന്ധത്തിനും അള്ളാഹുവിന് മുന്നിൽ പ്രാധാന്യം നൽകാതിരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിരവധി സ്ഥലങ്ങളിൽ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങളെയും നിബന്ധനയായി പറഞ്ഞിട്ടുണ്ട്. അതായത് സൽക്കർമ്മവുമായിരിക്കണം, സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുഗുണവുമായതുമായിരിക്കണം, കൂടാതെ അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിച്ചുകൊണ്ടുള്ളതുമായിരിക്കണം. ആരാധനയുടെ കടമ പൂർത്തിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന കൽപ്പന അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് നൽകിയതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യർക്കിടയിൽ സമുദ്ധാരണം നടത്തുന്നവരാണ് വിശ്വാസികൾ എന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി പരസ്പരം നന്നാക്കാൻ ശ്രമിക്കുന്നു. കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നാശത്തിനു വേണ്ടിയിട്ടുള്ളതല്ല. അതായത് നന്മയെ ഉപദേശിക്കുകയും തിന്മകളിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ശ്രേഷ്ഠ സമുദായമാകുന്നു അവർ. സൂക്ഷിപ്പു മുതലിന്റെ അവകാശങ്ങളെ പൂർത്തിയാക്കുന്നവരാണ് വിശ്വാസികൾ. അവർ തങ്ങളുടെ വാഗ്ദാനത്തെ പാലിക്കുന്നവരാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണവർ. യാതൊരു വക്രമായ വാക്കുകളും പറയാത്ത തരത്തിൽ ചൊവ്വായ വാക്കുകളെ പ്രയോഗവൽക്കരിക്കുന്നവരാണവർ. സ്വന്തക്കാർക്കെതിരിലും സാക്ഷി പറയേണ്ടി വന്നാൽ സാക്ഷി പറയുന്നവരാണവർ. അവർ പരസ്പരം ത്യജിക്കുന്നതിനുള്ള വികാരത്താൽ ഭരിതരാണ്. സഹാബാക്കൾ പരസ്പരം ത്യാഗത്തിന്റെ ഉന്നത മാതൃകകളാണ് സമർപ്പിച്ചത്. സഹാബാക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തിന്റെ ഉന്നത മാതൃകകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തങ്ങളുടെ സ്വത്തും വീട്ടുസാമഗ്രികളും സമ്പത്തും എല്ലാം തന്നെ പരസ്പരം ത്യജിക്കുന്നതിന് സന്നദ്ധരായി. പിന്നീട് വിശ്വാസികളുടെ ലക്ഷണമായി പറഞ്ഞത് അവർ സദ്ഭാവനയുള്ളവരാകുന്നു എന്നാണ്. അവർ ദുർധാരണ വെച്ച് പുലർത്തുന്നവരല്ല. കേട്ടുകേൾവിയിൽ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം വിദ്വേഷവും ശത്രുതയും സംജാതമാക്കുന്നവരല്ല അവർ. നിങ്ങളിൽ ഓരോരുത്തരും, ഓരോ ജമാഅത്തുകളും ഈ ഒരു കാര്യത്തിൽ 100% പ്രായോഗവൽക്കരിക്കുകയാണെങ്കിൽ പുരോഗതിയുടെ വേഗതയും 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഭാര്യമാരോട് നല്ലപോലെ പെരുമാറുന്നു. ഇതും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഇവിടെ
ജപ്പാനീസ് സ്ത്രീകളെ വിവാഹം കഴിച്ചവർ उनके ससुराली अजीजों ഓരോരുത്തരും തങ്ങളുടെ ഭാര്യമാരുടെ ഉത്തമമായ നിലയിൽ ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ അവരുടെ गलतियों को അടുത്ത ബന്ധുക്കളിൽ और सरफ नजर करने वाले അത് തബ്ലീഗിനുള്ള മാർഗമായി തീരുന്നതാണ്. फिर मोमिन വിശ്വാസികൾ करने वाले പരസ്പരമുള്ള തെറ്റുകളെ हज़रत मसीह मौद अलैहिस्सलाम പുറത്തു കൊടുക്കുന്നു. इसको अपने അവരുടെ തെറ്റുകളെ പുറത്തു കൊടുക്കുന്നവരാകുന്നു, അവഗണിക്കുന്നവരാകുന്നു. बदतर बनो हर एक से വിശ്വാസികൾ വിനയാന്വിതരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം लो दारुल विसाल में ഇതിനെ തന്റെ ഒരു കവിതയിൽ ഇപ്രകാരം പറയുന്നു: कमतर अपने आप को समझो ബത്തർ ബനോ ഹർ ഏക് സെ അപ്നെ ഖയാൽ में अल्लाह ताला के प्यार शायद के इससे दाखिल हो दारुल विसाल में. बस अगर अल्लाह ताला का कुर्ब चाहते हैं എളിമ കാണിക്കുകയും എല്ലാവരെക്കാളും നിന്ദ്യരായി സ്വയം തന്നെ ധരിക്കുകയും ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ സ്നേഹത്തെ കരസ്ഥമാക്കുന്നവരായി മാറുകയുള്ളൂ. അതിനാൽ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ എളിമ നിബന്ധനയാകുന്നു. अपने दायरे में അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. भी आजिज़ी इख्तियार करें ഭാരവാഹികളും തങ്ങളുടെ പരിധിയിൽ വിനയം കൈക്കൊള്ളുക. की निशानी है अपने अहदों को ജമാഅത്ത് അംഗങ്ങളും जैसे पहले भी मैं कह चुका हूँ വിനയം കൈക്കൊള്ളുക. कि अल्लाह ताला കോപത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കണം. ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. और हमने തങ്ങളുടെ വാഗ്ദാനങ്ങളെ പൂർത്തിയാക്കുക. अहद बैत അള്ളാഹു വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നതാണെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. पर अमल करने ഈ കാലഘട്ടത്തിൽ पूरा करने നാം ചെയ്ത ബയ്യത്ത് വാഗ്ദാനത്തെ जरूरत में होगा മനസ്സിലാക്കുകയും हम പ്രാവർത്തികമാക്കുകയും हर नेक अमल അതിനെ പൂർത്തിയാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. अपनी जिंदगियों को നാം എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരും मुताबिक ढालने वाले നമ്മുടെ ജീവിതങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അത് उसके मुताबिक സാധ്യമാകുക. बस ജമാഅത്തിന്റെ ലക്ഷ്യമായി ज्यादा तफसील ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് മുന്നേറുമ്പോഴാണ് हर एक अपने അത് സാധ്യമാവുക. कि क्या वो എനിക്കിപ്പോൾ കൂടുതൽ വിശദങ്ങളായി കൽപ്പനകളെ പരാമർശിക്കാൻ സാധിക്കില്ല. അനേകം കൽപ്പനകളുണ്ട്. क्या वो വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്കനുഗുണമായിട്ട് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവരാണോ वाला है क्या उसका ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് के हसूल के लिए है ആ മഹാത്മാവിന്റെ അഭിലാഷങ്ങളെ പൂർത്തിയാക്കുന്നവരാണോ? काम का തങ്ങളുടെ ഓരോ കർമ്മവും कि बदतर बनो हर एक അള്ളാഹുവിന്റെ പ്രീതിക്കനുഗുണമായിട്ടാണോ എന്നതിൽ ആത്മപരിശോധന നടത്തുക. हम में से हर एक पर तारीख होगी ബത്തർ ബനോ ഹർ ഏക് സെ അപ്നെ ഖയാൽ മേം എന്ന ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കവിതാശകലം ഞാൻ കേൾപ്പിച്ചിരുന്നു. ഈ ഒരവസ്ഥ നമ്മളിൽ ഓരോരുത്തരിലും സംജാതമാകുമ്പോൾ മാത്രമേ बस എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്ന് നമുക്ക് പഠിക്കാൻ കഴിയൂ. दर्द ദുർഭാവനയിൽ നിന്നും നാം രക്ഷപ്പെടുന്നതാണ്. ജമാഅത്തിന്റെ പുരോഗതിക്കായി ഗുണകാരിയായ വ്യക്തിത്വമായി മാറുന്നതുമാണ്. जो तज़किया അതിനാൽ ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദനയും ഉത്കണ്ഠയും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇക്കാര്യങ്ങളാണ് के नुक्स ആത്മ പരിശുദ്ധിക്ക് ഹേതുവായി തീരുന്നത്. പരസ്പരം സ്നേഹവും ഇഷ്ടവും സഹോദര്യവും ഉണ്ടാക്കിയെടുക്കുക. मसीह मौद अलैहिस्सलाम മറ്റുള്ളവരുടെ ന്യൂനതയും കുറവും ദൗർബല്യവും അന്വേഷിച്ച് നടക്കുന്നതിന് പകരമായി പരസ്പരം നന്മകളെ തിരയുക. दरमियान में ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, എല്ലാവരും बातों से പരസ്പരമുള്ള കലഹവും ആവേശവും ശത്രുതയും कामों में ഇല്ലാതാക്കുക. നിസ്സാര കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് के फरमान में പ്രധാനപ്പെട്ടതും അതിമഹത്തായതുമായ കാര്യങ്ങളിൽ മുഴുകേണ്ട കാലമാണിത്. उसके दीन की പറയുന്നു, നിങ്ങൾ ഓർത്തുകൊള്ളുക, हो जाएगी അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ही हो जाओगे നിങ്ങളിൽ പ്രായോഗികമാക്കുകയും रुकावटों को दूर कर देगा और तुम അവന്റെ ദീനിനെ സഹായിക്കുന്നതിനായി പരിശ്രമിക്കുകയും काम जिसकी तरफ तवज्जो दिलाई वो ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ വിജയികളായി തീരുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുക എന്ന മഹത്തായ കാര്യത്തിലേക്കാണ് कामयाब ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. हमें कोशिश करनी चाहिए वो है ഹദ്റത്ത് मसीह मौद अलैहिस्सलाम की മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗോദ്ദേശത്തെ പൂർത്തിയാക്കുക എന്ന സദുദ്യമത്തെ വിജയിപ്പിക്കുന്നതിനായിട്ടാണ് നാം ഇപ്പോൾ പരിശ്രമിക്കേണ്ടത്. उससे जिंदा ताल्लुक पैदा करवाना ആ മഹാത്മാവിന്റെ
ആഗമന ലക്ഷ്യം ദാസരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അവനുമായി ജീവസുറ്റ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ മനുഷ്യരുടെ പരസ്പരമുള്ള അവകാശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും അവയെ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതുമാണ്. ഇതെല്ലാം തന്നെ സാധ്യമാകുന്നത് നാം പരിപൂർണ വിശ്വാസിയാകുന്നതിന് ശ്രമിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനം ലോകത്തിന്റെ എല്ലായിടങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കുക. അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു, ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ജപ്പാനിലെ ജമാഅത്ത് ഒരു ചെറിയ ജമാഅത്താകുന്നു. വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം പ്രകടമാക്കുന്ന ഏതാനും പേർ അവരിലുണ്ടായാൽ തന്നെ അത് ജമാഅത്തിലെ എല്ലാവരെയും സ്വാധീനിക്കുന്നതാണ്. വിശേഷിച്ച് യുവാക്കളിലും കുട്ടികളിലും ദീനിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള പ്രഭാവം ചെലുത്തുന്നതാണ്. ജമാഅത്തിനോട് അനുഭാവം പുലർത്തുന്ന ജപ്പാനികളും ഇതുകണ്ട് ജമാഅത്തിൽ നിന്നും അകന്നു പോകുന്നതാണ്. അഹമ്മദി പുരുഷന്മാരെയും സ്ത്രീകളെയും വിവാഹം കഴിച്ച ജമാഅത്തിനോട് അടുപ്പം പുലർത്തുന്ന ജപ്പാനികളായ സ്ത്രീകളും പുരുഷന്മാരും അകന്നു പോകുന്നതാണ്. അതിനാൽ ഇത് വളരെ ചിന്താർഹമായ സന്ദർഭമാണ്. ഏറ്റവും പ്രഥമമായി ഇതിന്റെ ഉത്തരവാദിത്വം ജമാഅത്ത് പ്രസിഡന്റിനും മിഷണറി ഇൻചാർജിനുമാകുന്നു. അവർ ഒരു പിതാവിനെ പോലെ പെരുമാറുക, തങ്ങളിൽ ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരിശ്രമത്തിൽ മുഴുകിയിരിക്കുക. തന്റെ ഭാരവാഹിത്വമനുസരിച്ചും അറിവനുസരിച്ചും ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവർക്കാണ്. അവരോട് ചോദിക്കപ്പെടുന്നതാണ്. അജ്ഞതയോ അറിവില്ലായ്മയോ ആണെങ്കിൽ അത് മറ്റൊരു കാര്യം. എന്നാൽ എല്ലാം ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഇല്ല എങ്കിൽ അവരോട് കൂടുതൽ ചോദ്യമുണ്ടാകുന്നു. ജമാഅത്ത് അംഗങ്ങളിൽ നിന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. എല്ലാ ജമാഅത്ത് ഭാരവാഹികളും ആത്മവിശകലനം ചെയ്യുക. ഭാരവാഹിത്വത്തിന്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നുണ്ടോ, ഏതെങ്കിലും കടമ നിറവേറ്റാത്തത് ജമാഅത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാവുന്നുണ്ടോ എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ശാഖാ സംഘടനകളുടെ ഭാരവാഹികളുണ്ട്. അവരും സ്വന്തം ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ഓരോരുത്തരും തങ്ങളുടെ സൂക്ഷിപ്പ് മുതലിനെയും വാഗ്ദാനങ്ങളെയും സംബന്ധിച്ച് അതെത്രത്തോളം പാലിച്ചു എന്ന് ചോദിക്കപ്പെടുന്നതാണ്. യോഗങ്ങളിലും സമ്മേളനങ്ങളിലും പരിപാടികൾ ജപ്പാൻ ഭാഷയിലായിരിക്കണം. ജപ്പാൻകാരായവർക്ക് എന്ത് പരിപാടിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന ചില പരാതിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജപ്പാൻ ഭാഷ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകൾക്കും ഉറുദു ഭാഷയിൽ തർജ്ജമയ്ക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുക. ഉറുദു പരിപാടികൾ ജപ്പാൻ ഭാഷയിലേക്കല്ല തർജ്ജമ ചെയ്യേണ്ടത്, നേരെ വിപരീതമാണ് ഉണ്ടാകേണ്ടത്. എല്ലാ പരിപാടികളും ജപ്പാൻ ഭാഷയിലായിരിക്കണം, തർജ്ജമ ഉറുദുവിലായിരിക്കണം. ജപ്പാനി അഹമ്മദികളെ കൂടുതലായി തങ്ങളുടെ പരിപാടികളിൽ ഭാഗവാക്കാക്കുക, അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യുക. സംവിധാനത്തെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് മറ്റ് സേവനങ്ങൾക്കുള്ള അവസരങ്ങളും നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പള്ളി ഉടൻ തന്നെ പൂർത്തിയാകുന്നതാണ്. ഇതിലൂടെ തബ്ലീഗിന്റെ കൂടുതൽ മാർഗങ്ങളും തുറക്കപ്പെടുന്നതാണ്. ഈ എല്ലാ മാർഗങ്ങളിലും ഓരോ അഹമ്മദിയും മേൽനോട്ടക്കാരനായിക്കൊണ്ട് നിലകൊള്ളേണ്ടി വരുന്നതാണ്. ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനായി വരുന്നവർക്ക്, അതിനെ അന്വേഷിക്കുന്നതിനായി ശ്രമിക്കുന്നവർക്ക് അഹമ്മദിയത്തെ സംബന്ധിച്ച്
അറിവുള്ള പഴയ അഹമ്മദികൾ മാർഗദർശനത്തിനായി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും അള്ളാഹുവിനോടുള്ള ബന്ധം സ്ഥാപിതമായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധ്യമാകുന്നതല്ല. ആരുടെ പേരിലാണോ ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത് അവനോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ, ആരോടും രക്തബന്ധമില്ലാത്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലെങ്കിൽ അത് സാധ്യമല്ല. ഭയഭക്തിയുടെ മാർഗം സ്വീകരിക്കുന്നവരും ആരാധനയുടെ കടമകൾ നിറവേറ്റുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും സൃഷ്ടികളെ അള്ളാഹുവിലേക്ക് നയിക്കുന്നവരും അവരെ അള്ളാഹുവിന്റെ സന്നിധിയിൽ പുനീതവരയ്ക്ക് മാറ്റുന്നതിന് ശ്രമിക്കുന്നവരുമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ആദരണീയർ. റുഹമാഉ ബൈനഹും എന്നതിന്റെ മാതൃകകളായി പരസ്പരം വിശ്വാസികളായി കഴിയുന്നവരായിരിക്കും അവർ. ഇത് ഭാരവാഹികളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നത് ഓരോ അഹമ്മദിയും ഓർത്തിരിക്കേണ്ടതാണ്. മറിച്ച് ഓരോ അഹമ്മദി പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും വൃദ്ധരും എല്ലാവരുടെയും ഉത്തരവാദിത്തമാകുന്നു. അവർ ഭാരവാഹികളുടെ പിഴവുകളെ കണ്ടെത്തുന്നതിൽ മാത്രം മുഴുകരുത്, മറിച്ച് ആത്മപരിശോധന നടത്തിക്കൊണ്ട് സ്വയം തന്നെ ഏകനായ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കുന്നവരായി മാറുക. കാരുണ്യവാനായ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കാരുണ്യവാന്റെ ദാസരാകുക. ഈ പള്ളിയുടെ കടമകൾ പൂർത്തിയാക്കുന്നതിനായി തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് ഇത് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തങ്ങളുടെ ത്യാഗങ്ങളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമാക്കി മാറ്റാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമേ അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വപ്രയത്നത്താൽ മാത്രം സാധ്യമല്ല. അതിനായി ദുആയും അനിവാര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം തേടേണ്ടതുണ്ട്. എളിമയുടെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പള്ളിയുടെ ചില വിശദീകരണങ്ങൾ നൽകുന്നതാണ്. എനിക്ക് ലഭിച്ച വിശദ വിവരണങ്ങൾ സമർപ്പിക്കുന്നതാണ്. पुराना जो था 1981 में मिशन हाउस खरीदा गया, उसकी तफसीलात बयान करने की जरूरत नहीं है. तो एक छोटा सा 1981 മിഷൻ ഹൌസ് വാങ്ങിയത്. അതിന്റെ വിശദീകരണം ആവശ്യമില്ല. ഒരു ചെറിയ വീടായിരുന്നു. ഏതായിരുന്നാലും മസ്ജിദ് ബൈത്തുൽ അഹദ് അതിന്റെ വിസ്തീർണം ഏകദേശം 3000 സ്ക്വയർ മീറ്റർ ആകുന്നു. 60% ഭാഗം മേൽക്കൂരയുള്ളതാകുന്നു. നമസ്കാരത്തിനുള്ള ഹാളുണ്ട്. അതിൽ ഒരേ സമയം 500 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. താമസത്തിനുള്ള ക്വാർട്ടേഴ്സുകളുണ്ട്. ഏകദേശം $8 ലക്ഷം ഇത് നിർമ്മിക്കപ്പെട്ടത്. ഏതായാലും പുതിയ കേന്ദ്രം വാങ്ങണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ജപ്പാൻ ജമാഅത്ത് വാങ്ങിയതാണെങ്കിലും സാമ്പത്തിക ത്യാഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സ്ഥലം വാങ്ങി. ചെറിയ ജമാഅത്താണെങ്കിലും ധാരാളം സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ധാരാളം പേർ വലിയ വലിയ തുക നൽകുകയുണ്ടായി. കുട്ടികൾ തങ്ങളുടെ പോക്കറ്റ് മണി നൽകി. സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ നൽകി. ചിലർ തങ്ങളുടെ പാകിസ്ഥാനുള്ള വീടുകൾ വിറ്റ് തുക നൽകുകയുണ്ടായി. അല്ലെങ്കിൽ സ്വത്ത് വിറ്റ് തുക നൽകുകയുണ്ടായി. ചിലർ തങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച അമൂല്യവും പ്രിയപ്പെട്ടതുമായ ആഭരണങ്ങൾ വിറ്റ് തുക നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ സാമ്പത്തിക ത്യാഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരസ്പരം മുന്നേറുന്നതിനുള്ള പരിശ്രമമുണ്ടായി. അള്ളാഹു എല്ലാ സാമ്പത്തിക ത്യാഗങ്ങളും സ്വീകരിക്കട്ടെ. നിങ്ങളുടെ സമ്പത്തിലും ജീവനിലും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ പള്ളിയുടെ രജിസ്ട്രേഷൻ
അവസാന ഘട്ടത്തിലാണ്. നേരത്തെ ആയി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജുമാ അവിടെ ആകുമായിരുന്നു. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ അത് ലഭിക്കുന്നതാണ്. ജപ്പാനി വക്കീലിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഫീസ് വാങ്ങിയാതെയാണ് അദ്ദേഹം സേവനം ചെയ്ത്. അദ്ദേഹം ഫീസ് വാങ്ങിയിരുന്നെങ്കിൽ ഏകദേശം $20,000 ഫീസ് നൽകണമായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു ഔദാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. പള്ളിക്കായി സ്ഥലം വാങ്ങിയ ഈ പരിശ്രമം ഏതാനും മാസങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ സ്ഥലം ലഭിച്ചതിന് പിന്നിൽ നിങ്ങളുടെ ത്യാഗങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ചരിത്രം ഇതാണ്. ഒന്നും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാ സംവിധാനങ്ങളും തയ്യാറായത്. ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതിൽ നിങ്ങളുടെ പരിശ്രമത്തെക്കാൾ ഉപരി ഇത് ലഭ്യമായതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണുള്ളത്. വളരെ ഉത്തമമായ വിശാലമായ സ്ഥലമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളിൽ ചിലർക്ക് ഈ സ്ഥലം ലഭിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ ഇത് നമ്മെ അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിടുന്നവരാക്കി തീർക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ലോകത്ത് എല്ലായിടത്തും അഹമ്മദിയ ജമാഅത്തിനുമേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ ശക്തമായ വാദങ്ങൾക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള മറുപടി കൂടിയാണ്. ജമാഅത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും സഹായങ്ങളുടെയും പ്രവർത്തന സാക്ഷ്യവുമാകുന്നു. രണ്ടാം ഖിലാഫത്ത് കാലഘട്ടത്തിൽ ശത്രുക്കൾ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഖാദിയാനെ നശിപ്പിക്കുകയും നഊദു ബില്ലാഹ് അഹമ്മദിയത്തിനെ നാമാവശേഷമാക്കുകയും ചെയ്യുമെന്നായിരുന്നു. അന്നേരം ഹദ്റത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു തഹ്രീക്ക് ജദീദിന് അടിത്തറയിട്ടുകൊണ്ട് പറഞ്ഞു, ഇതിന്റെ മറുപടി തബ്ലീഗും ലോകത്ത് വിശാലമാകുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ജമാഅത്ത് അംഗങ്ങൾ അന്നേരം സാമ്പത്തിക ത്യാഗങ്ങളും ചെയ്തു. അങ്ങനെ ലോകത്ത് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മുബല്ലിങ്ങൾ വിദേശത്തേക്ക് പോയി, പള്ളികൾ നിർമ്മിക്കപ്പെട്ടു, മനുഷ്യ സേവനത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളും ആരംഭിച്ചു, ആശുപത്രികൾ നിർമ്മിക്കപ്പെട്ടു, സ്കൂളുകൾ നിർമ്മിക്കപ്പെട്ടു. ഖാദിയാനെ നശിപ്പിക്കുന്നതിനായി വന്നവരുടെ നാമമോ അടയാളമോ ശേഷിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് ഇന്ന് ലോകത്തിന്റെ 200-ലേറെ രാഷ്ട്രങ്ങളിലെത്തിക്കഴിഞ്ഞു. എല്ലാ വർഷവും പള്ളികളും നിർമ്മിക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അഹമ്മദിയത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നുവരുന്നു. ഈ വർഷം അള്ളാഹു പള്ളിയുടെ രൂപത്തിൽ അഹമ്മദിയ ജമാഅത്ത് ജപ്പാന് അനുഗ്രഹം നൽകുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ ഉടനെ ലഭിക്കുന്നതിനുള്ള സാധ്യതയില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതിനാൽ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിൽ നമ്മുടെ കഴുത്ത് എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്ന്നിരിക്കേണ്ടതാണ്. ഇതിന്റെ യഥാർത്ഥ കടമ നിറവേറ്റപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ പരിശുദ്ധ മാറ്റം തങ്ങളിൽ സംജാതമാക്കപ്പെടുമ്പോഴാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. തഹ്രീക്ക് ജദീദുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും വേണ്ടതാണ്. ഇതിന്റെ പരാമർശത്തെക്കുറിച്ച് ഓർമ്മ വരാനുള്ള മറ്റൊരു കാരണം, തഹ്രീക്ക് ജദീദിന്റെ നവവർഷം എന്റെ ഈ സന്ദർശന വേളയിലാണ് യാദൃശ്ചികമായി ആരംഭിക്കുന്നത് എന്നതുമാണ്.
जिसमें तहरीक जदीद का गुज़श्ता साल खत्म हुआ है, മറ്റു രീതിയിൽ പറഞ്ഞാൽ ആസ്ട്രേലിയയിലും വിദൂര പൗരസ്ത്യ നാടുകളിലേക്കുമുള്ള എന്റെ സന്ദർശന വേളയിൽ തഹരീക്ക് ജദീദിന്റെ കഴിഞ്ഞ വർഷം അവസാനിക്കുകയും वो नज़ारे देखे हैं। അതിൽ അള്ളാഹുവിന്റെ അനേകം അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. ഈ സന്ദർശന വേളകളിലും ധാരാളം ദൃശ്യങ്ങൾ പ്രകടമായി. നിശ്ചയമായും അത് നമ്മുടെ പ്രയത്നഫലമായിട്ടല്ല. तहरीक जदीद का साल അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാ മറ്റൊരവസരത്തിൽ പറയുന്നതാണ്. इसका ऐलान, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ आगाज का ऐलान തഹരീക്ക് ജദീദിന്റെ വർഷം അവസാനിച്ചിരിക്കുന്നു. അതിനാൽ വർഷത്തിന്റെ വിളംബരവും ഈ സന്ദർശന വേളയിൽ ജപ്പാനിൽ വെച്ച് ചെയ്യാനായി ഞാൻ ആലോചിച്ചു. तहरीक जदीद के नए साल അതിനാൽ മുൻ രീതി അനുസരിച്ച് തഹരീക്ക് ജദീദിന്റെ സംക്ഷിപ്ത വിവരണം സമർപ്പിച്ചുകൊണ്ട് തഹരീക്ക് ജദീദിന്റെ പുതുവർഷത്തിന്റെ അതായത് 80-ാം വർഷത്തിന്റെ വിളംബരം ചെയ്യുകയാണ് ഇൻഷാ അല്ലാ. जो रिपोर्ट्स आई हैं തഹരീക്ക് ജദീദിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് उनके मुताबिक इस साल तहरीक जदीद को में നടപ്പുവർഷം 78,69,100 ജമാഅത്തിന് पाउंड की कुर्बानी पेश करने की तौफीक मिली। തഹരീക്ക് ജദീദിൽ 78,69,100 പൗണ്ടിന്റെ ത്യാഗം ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം इजाफा तो शायद ज्यादा हो क्योंकि मुकामी करेंसियों में बहुत ज्यादा इजाफा हुआ है 6.5 ലക്ഷം പൗണ്ട് അധികമാണ്. कीमत के मुकाबले में അതിനൊരു കാരണം करेंसी की कीमत कम हुई है, जिसकी वजह से ये कम വർധനവ് കൂടുതലായിരിക്കാം. പ്രാദേശിക കറൻസിയിൽ ധാരാളം വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. എന്നാൽ പൗണ്ടിന്റെ മൂല്യത്തിന് മുന്നിൽ ധാരാളം രാഷ്ട്രങ്ങളുടെ पाकिस्तान की जो पोजीशन होती है वो कायम है। കറൻസി മൂല്യം കുറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വർധനവ് കുറഞ്ഞതായി കാണപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ ആ സ്ഥാനം അത് നിലനിൽക്കുന്നുണ്ട്. के लिहाज से അതിനുശേഷം സ്ഥാനലബ്ധി അനുസരിച്ച് वैसे नंबर 2, लेकिन पाकिस्तान के बाहर मुल्कों में नंबर 1 जर्मनी, 1-ാം സ്ഥാനം ജർമ്മനിക്കാണ്. बरतानिया, യഥാർത്ഥത്തിൽ 2-ാം സ്ഥാനത്താണ്. इंडिया പക്ഷേ പാകിസ്ഥാന് പുറമെയുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ജർമ്മനിക്കാണ്. പിന്നീട് അമേരിക്ക, പിന്നീട് ബ്രിട്ടൻ, പിന്നീട് കാനഡ, പിന്നീട് ഇന്ത്യ, और स्विट्जरलैंड ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, അത് കഴിഞ്ഞ് അറേബ്യയിലെ 2 ജമാഅത്തുകളാണ്. പിന്നീട് ഘാന, സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ്. से इन्होंने अपने लिहाज से भी बड़ी छलांग लगाई है। इन्होंने तहरीक जदीद में ही 3.5 അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജർമ്മനി സ്വന്തം നിലയിൽ വലിയ കുതിച്ചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. തഹരീക്ക് ജദീദിൽ अमेरिका से $3.5 ലക്ഷം $82,000 ज्यादा पाउंड, യൂറോയിലധികമാണ് വർധനവുണ്ടാക്കിയിട്ടുള്ളത്. अमेरिका ने बरतानिया അമേരിക്കയെക്കാളും 1,82,000 പൗണ്ട് बरतानिया ने കൂടുതലായി വസൂലാക്കി. पाउंड ज्यादा वसूली की है। അമേരിക്ക ബ്രിട്ടനേക്കാൾ 72,000 പൗണ്ട് കൂടുതൽ വസൂലാക്കി. ബ്രിട്ടൻ കാനഡയെക്കാളും 4 ലക്ഷം പൗണ്ട് കൂടുതൽ വസൂലാക്കി. कि चंदा जात में जब भी इजाफा होता है, मुझे हमेशा अमीर साहब जर्मनी അതിനുശേഷം ഞാൻ പറഞ്ഞത് അനുസരിച്ചാണ് के फिक्र वाले ജർമ്മനിയുടെ ചന്തയിൽ വർധന ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ मैंने ये पाबंदी ജർമ്മൻ അമീർ സാഹിബിന്റെയും പ്രവർത്തക സമിതിയുടെയും ऐसी जगह काम कर रहे हों जहां ചിന്തയുള്ള ഒരു വാക്ക് काम होते हैं എന്റെ മുമ്പിൽ വരാറുണ്ടായിരുന്നു. അതായത് മദ്യം വിൽക്കുന്നതോ പന്നിമാംസം വിൽക്കുന്നതോ ആയ से चंदा नहीं, നിഷിദ്ധ കാര്യങ്ങൾ നടക്കുന്ന റെസ്റ്റോറന്റിൽ फिक्र ये होती थी कि हमारे ജോലി ചെയ്യുന്നവരിൽ നിന്ന് ചന്ത വാങ്ങരുതെന്ന നിബന്ധന ഞാൻ മുമ്പ് വെച്ചിരുന്നു. फिक्र का इजहार किया അപ്പോൾ तो उनके चंदों में തങ്ങളുടെ ചന്തയിൽ കുറവുണ്ടാകുമെന്ന ചിന്ത അവരിൽ ഉദിച്ചു. कोई कमी नहीं आई। ആദ്യ വർഷം അവർ ഈ ചിന്തയെ പ്രകടിപ്പിച്ചപ്പോൾ सिर्फ അവരുടെ ചന്തയിൽ में ही ലക്ഷക്കണക്കിന് വർധനവുണ്ടായി. लाख यूरो യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ഇത്തവണ വീണ്ടും അവർ अल्लाह ताला തഹരീക്ക് ജദീദിൽ മാത്രം उनके अमवाल और नफूस में बरकत डाले। फी का सदायगी के लिहाज से $3.5 ലക്ഷം അധിക ചന്തയാണ് നൽകിയത്. അള്ളാഹു അവരുടെ സമ്പത്തിലും ജീവനിലും അനുഗ്രഹം വർഷിക്കട്ടെ. जापान की भी चौथी पोजीशन फी का ആളാം പ്രതി ചന്തയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണ്. അതിനു പിന്നിൽ സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഓസ്ട്രേലിയ, അതിനു പിന്നിൽ ജപ്പാനാണ്. बेल्जियम, कनाडा, ആളാം പ്രതി ചന്തയിൽ ജപ്പാൻ 4-ാം സ്ഥാനത്തുമുണ്ട്. എവിടെയെങ്കിലും പേര് വന്നല്ലോ. പിന്നീട് ബ്രിട്ടൻ, ശേഷം ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ബെൽജിയം, കാനഡ. मुकामी करेंसी के लिहाज से जो इजाफा हुआ है सबसे ज्यादा घाना में हुआ है, फिर जर्मनी में, फिर ऑस्ट्रेलिया में, फिर पाकिस्तान, പ്രാദേശിക കറൻസികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വർധനവ് ഏറ്റവും കൂടുതൽ ഘാനയിലാണ്. പിന്നീട് ജർമ്മനി, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ബ്രിട്ടൻ, കാനഡ, ഇന്ത്യ, അമേരിക്ക. इस साल चंदा अदा करने वालों की तरफ मैंने कहा था तवज्जो दें, ज्यादा शामिलीन को ज्यादा से ज्यादा करें। तो ഈ വർഷം
ചന്ത നൽകുന്നവരിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പങ്കാളികളെ വർദ്ധിപ്പിക്കുന്നതിനായി ഞാൻ പറയുകയുണ്ടായി. 2.25 ലക്ഷം പുതിയ ചന്ത നൽകുന്നവർ പങ്കാളികളായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 14,34,000-ലധികമായി അംഗസംഖ്യ. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ മൊത്തം വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഘാന ഏറ്റവും മുന്നിലാണ്. അതിനു പിന്നിൽ നൈജീരിയ, മൊറീഷ്യസ്, ബുർക്കിന ഫാസോ, തൻസാനിയ, ഗാംബിയ, ബെനിൻ, കെനിയ, സെറാലിയോൺ, യുഗാണ്ട എന്നിവരാണ്. പങ്കാളികളാക്കുന്നതിനായി ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയത് സെറാലിയോൺ ആണ്. അതിനുശേഷം മാലി, പിന്നീട് ബുർക്കിന ഫാസോ, ഗാംബിയ, ബെനിൻ, സെനിഗാൾ, ലൈബീരിയ, യുഗാണ്ട, തൻസാനിയ എന്നിവർ. ദഫ്തർ അവലിലെ മുഹാജിങ്ങളുടെ എണ്ണവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1261 പേർ ജീവനോടെയുണ്ട്. മറ്റുള്ളൊരു ചന്ത തുടർന്നു വരുന്നുണ്ട്. തഹ്രീക്ക് ജദീദിന്റെ സാമ്പത്തിക ത്യാഗത്തിൽ പാകിസ്ഥാനിലെ 3 വലിയ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം ലാഹോറിനാണ്, രണ്ടാമത് റബുവ, മൂന്നാമത് കറാച്ചി. ഇതുകൂടാതെയുള്ള 10 വലിയ ജമാഅത്തുകളിൽ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, മുൾത്താൻ, കോയിട്ട, ഷെഖപുര, പിഷാവർ, ഹൈദരാബാദ്, ബഹാവൽ നഗർ, ഉക്കാട, നവാബ്ഷ എന്നിവയാണ്. ത്യാഗങ്ങൾ സമർപ്പിക്കുന്ന ജില്ലകളിൽ സിയാൽകോട്ട്, സർഗോദ, ഉമർകോട്ട്, ഗുജ്റൻവാല, ഗുജറാത്ത്, ബുദീൻ, നാരോവാൾ, സാങ്കഡ്, മിൻകാന സാഹിബ്, റഹീംഗേർ ഖാൻ, വഡേ സിംഗ് ബാബർ. മൊത്തം വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിലെ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം നോയേസ് ആണ്. വേർഡൻമാർക്ക്, കോളോൺ, ഹൈഡൽബർഗ്, കോഗ്ലൻസ്, ഡറായേഷ്, മേദിയാബാദ്, റോയൻഗാർഡൻ, ന്യൂസൻബർഗ്, മേദ. വസൂലിയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ഇമാരത്തുകളിൽ ഹംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഗിരാവ്, വിസ്ബാദൻ, മോർഫിൽഡൻ, വോൾഡ്രോഫ്, വാഫൻബാഖ്, മാൻഹൈൻ, റെഡ് സ്ട്രീറ്റ്, ലെറ്റ്സൺബാഗ്. വസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ജമാഅത്തുകളിൽ ലോസ് ഏഞ്ചലസ്, ഇൻലാൻഡ് എംപയർ, സിലിക്കോൺ വാലി, ഡെട്രോയിറ്റ്, ഹാരിസ്ബർഗ്, ലോസ് ഏഞ്ചലസ് ഈസ്റ്റ്, കൊളംബസ്, സേറ്റൽ, ലോസ് ഏഞ്ചലസ് വെസ്റ്റ്, സിൽവർ സ്ട്രിംഗ്, ഫോണിക്സ്. ബ്രിട്ടനിലെ 10 വലിയ ജമാഅത്തുകളിൽ മസ്ജിദ് ഫദൽ, വെസ്റ്റ് ഹിൽ, ന്യൂ മാൽഡൺ, വെസ്റ്റർ പാർക്ക്, റെയിൻസ് പാർക്ക്, ബർമിംഗ്ഹാം സെൻട്രൽ, മസ്ജിദ് വെസ്റ്റ്, ബൈത്തുൽ ഫുത്ത്, ത്രോട്ടൺ, ഹെൽത്ത് ചേം. മൊത്തം വസൂലിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 5 റീജിയനുകളിൽ ലണ്ടൻ, നോർത്ത് ഈസ്റ്റ്, മിഡ്ലാൻഡ്സ്, സൌത്ത്, മിഡിൽ സിക്സ് എന്നിവരാണ്. കാനഡയിലെ ജമാഅത്തുകളിൽ പീസ് വില്ലേജ്, കാൽഗറി, വോൺ, വാൻകോവർ, എഡ്മോണ്ടൺ, ദർഹാം, ഒട്ടാവ, സിസ്കട്ടോൺ, ലോർഡ്സ് മിനിസ്റ്റർ. इंडिया की 10 जमातें हैं. केरला, कालीकट केरला, हैदराबाद आंध्र प्रदेश, कनानूर टाउन केरला, ഇന്ത്യയിലെ 10 ജമാഅത്തുകൾ केरला, कादियान കരുളായി കേരള, കോഴിക്കോട് കേരള, ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ്, കണ്ണൂർ ടൗൺ കേരള, പഴയങ്ങാടി കേരള, കാദിയാൻ പഞ്ചാബ്, माशाल्लाह കൊൽക്കത്ത ബംഗാൾ, യാദഗിർ കർണാടക, ചെന്നൈ തമിഴ്നാട്, മാത്തോട്ടം കേരള എന്നിവയാണ്. കേരളത്തിലെ ജമാഅത്തുകൾ മാഷാഅല്ലാ വളരെ ഊർജ്ജസ്വലമാണ്. ഭാരതത്തിലെ ആദ്യ 10 സംസ്ഥാനങ്ങളിൽ കേരളം, ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ, കർണാടക, ബംഗാൾ, ഒഡീഷ, പഞ്ചാബ്, യു.പി., മഹാരാഷ്ട്ര, ഡൽഹി എന്നിവയാണ്. ഈ വർഷവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആഫ്രിക്കയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക ത്യാഗത്തിന്റെ അസാധാരണമായ സംഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലുള്ള സമയമില്ല. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും കേൾപ്പിക്കുന്നതാണ്. ഈ വർഷം കബാബീർ ജമാഅത്ത് ജപ്പാനിൽ നിന്ന് വിളംബരമുണ്ടാകുമെന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികമായി ത്യാഗങ്ങൾ സമർപ്പിക്കുകയുണ്ടായി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അറേബ്യൻ രാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ ജമാഅത്താണ്.
10,000 पाउंड की। बहरहाल अल्लाह ताला तमाम कुर्बानी करने അവർ वालों के തങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഇരട്ടി ത്യാഗമാണ് സമർപ്പിച്ചിട്ടുള്ളത്. जिन्होंने हिस्सा लिया उनको भी ഏകദേശം 20,000 പൗണ്ടിന്റെ ത്യാഗം. ഏതായാലും അള്ളാഹു ത്യാഗങ്ങൾ സമർപ്പിച്ച ईमान और इकान में ഏതു വിധനയാലും ശരി എല്ലാവർക്കും और ये कुर्बानी തഹ്രീക്ക് ജദീദിൽ പങ്കാളികളായവർക്കും അവരുടെ സമ്പത്തിലും ജീവനിലും അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. അവരുടെ വിശ്വാസവും ദൃഢജ്ഞാനവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ത്യാഗങ്ങൾ അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കട്ടെ. അള്ളാഹു അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله